അപ്പോൾ പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ഇംപാക്ട് തിരുവനന്തപുരം വെഞ്ഞാറമൂട് പുല്ലമ്പാറയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന നീനു ക്രഷർ ഇൻഡസ്ട്രീസ് എന്ന പാറക്വാറിയെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കണമെന്ന് ഗോത്രകാര്യ മന്ത്രാലയം. ജിയോളജി, പരിസ്ഥിതി, വനം വകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉഗ്രസ്ഫോടനത്തോടെ പാറ ഖനനം നടത്തുന്നത് മൂലം പ്രദേശത്തുള്ള വേങ്കമല ഭഗവതി ക്ഷേത്രവും 25 ഗോത്ര കുടുംബങ്ങളും അപകട ഭീഷണിയിലെന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. ഈ കോറിക്ക് അവസാന ഘട്ടം അനുമതി കൊടുക്കുന്നതിന് വേണ്ടി സമർപ്പിച്ച ആ റെക്കോർഡുകളെല്ലാം ഫോർജറിയാണ്. വേങ്കമല ക്ഷേത്രം അതിനകത്ത് തൊട്ടടുത്തുള്ള വേങ്കമല ക്ഷേത്രം കാണിച്ചിട്ടില്ല. മരുന്നുമൂട്ടിലെ ആ നിസ്കാരപ്പള്ളി കാണിച്ചിട്ടില്ല. പ്രധാന ജംഗ്ഷൻ കാണിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട നെൽപ്പാടം കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഒരു ഫോർജറി ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ചാണ് ഈ അനുമതി നേടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കോടതി ഉത്തരവുണ്ടെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് നിർത്തിവെക്കാനുള്ള അധികാരം കളക്ടർക്കുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ട്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. കൃത്യമായും സർക്കാർ ഈ കേസിൽ കക്ഷി ചേരണം. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട ആളുകളെ 2 കോടി രൂപ നോട്ടീസ്, വർക്കീൽ നോട്ടീസ് അയച്ചാൽ അവരെന്ത് ചെയ്യും? അവരെയൊക്കെ പീഡിപ്പിക്കുന്ന നടപടിയും കോറി ഉടമകൾ അവസാനിപ്പിക്കണം. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടത്തിയാണ് ഈ ക്രഷർ പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും നമ്മൾ കൊടുത്ത വാർത്തയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലേ ഗോത്രകാര്യ മന്ത്രാലയം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, നേരത്തെ തന്നെ പുല്ലമ്പാറ നീനു ക്രഷർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പാറക്കോറി കഴിഞ്ഞ 30 വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. 2019 ഏറ്റവും വലിയ ദുരിതം അവിടെ വിതച്ചത്. 2 നില വീട് ഇടിഞ്ഞു തകർന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഗോത്രകാര്യ മന്ത്രാലയം ഇടപെട്ടിരിക്കുകയാണ്. കാരണം പാറക്കോറി പ്രവർത്തിക്കുന്നതിന് തൊട്ടടുത്ത് 50 മീറ്റർ ചുറ്റളവിലാണ് ഒരു പുരാതന ക്ഷേത്രം, വേങ്കമല ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഈ രേഖകളൊക്കെ സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഈ രേഖകൾ മറച്ചുവെച്ചുകൊണ്ട് ചില വ്യാജ രേഖകൾ ഉണ്ടാക്കിയാണ് ഈ പാറക്കോറി പ്രവർത്തനം നടന്നു വരുന്നത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിന് തന്നെ സാമൂഹ്യ ആഘാത പഠന അതോറിറ്റിയുടെ അനുമതി പോലും ഇല്ലാതെയാണ് നാളിതുവരെയും ഈ പാറക്കോറി പ്രവർത്തിച്ചു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഗോത്രകാര്യ മന്ത്രാലയം ഇപ്പോൾ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജിയോളജി വകുപ്പും വനം വകുപ്പും അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ജിയോളജി വകുപ്പും അതുപോലെ തന്നെ ഈ പരിസ്ഥിതി വനം വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ പ്രദേശത്തുള്ളവർ ആരോപിക്കുന്നത് ജിയോളജി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ പാറക്കോറിയുടെ ഉടമസ്ഥരുമായിട്ട് കൂട്ടുചേർന്ന് ചില വ്യാജരേഖകൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നുള്ള ആരോപണം നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ എത്രമാത്രം സുതാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ജിയോളജി വകുപ്പ് നടത്തുമെന്നുള്ള ഒരു ആശങ്ക പ്രദേശത്തുള്ള ജനങ്ങൾക്കുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് ഗോത്രകാര്യ മന്ത്രാലയത്തിന് അയക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുല്ലമ്പാറ പ്രവർത്തിക്കുന്ന ഈ കോറിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. കാരണം നിലവിൽ എന്തായാലും വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് നിലവിൽ അരുൺ ഈ കോറി നാളിതുവരെയും പ്രവർത്തിച്ചു വരുന്നത്. തീർച്ചയായിട്ടും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിൽ എന്താ സംശയമുള്ളത്? നീനു ക്രഷർ ഇൻഡസ്ട്രീസിനെതിരെയാണ് ആരോപണം. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി.